മഹാഭാരതം 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. 4ാമത്തെ ചാപ്റ്ററായ ബ്രൈഡ്സ് ഫോർ 5 എന്ന അധ്യായത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഏകവൃത എന്നുള്ള ഗ്രാമത്തിൽ ഭീമനും യുധിഷ്ഠിരനും അനുജന്മാരും കുന്തിദേവിയും താമസം തുടങ്ങി. അവർ പല ദിക്കിലും ഭിക്ഷ യാചിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും രസകരമായ ഒരു കഥയാണ്, നമ്മൾ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ കഥയാണ് ഭഗാസുരൻ്റെ കഥ. ആരാ ഭഗാസുരൻ? വലിയൊരു രാക്ഷസൻ ഉണ്ടായിരുന്നേ. ഈ ഏകവൃത എന്നുള്ള ഗ്രാമത്തിൽ വലിയൊരു രാക്ഷസൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രാക്ഷസൻ ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആൾ ഒരു ദിവസം ആ രാക്ഷസനുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം. ആ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഈ വലിയ രാക്ഷസനല്ലേ, ഈ വലിയ രാക്ഷസൻ എന്താ ചെയ്യണ്ടേ? ഒരു കാളവണ്ടിയില്ലേ, അന്ന് കാളവണ്ടികളായിരുന്നില്ലേ, രണ്ട് കാളകളുള്ള കാളവണ്ടിയും ആ കാളവണ്ടി നിറച്ചുള്ള ചോറും ഒരാളും കൂടി, ആ വീട്ടിലത്തെ ഒരാളും കൂടി ചെന്നിട്ട് ഈ ഭഗാസുരന് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം എന്ത് ചെയ്യും? ഭക്ഷണം മുഴുവനും ഇയാൾ കഴിക്കും. അതിൻ്റെ കൂടെ ഇയാൾ ആ കൊണ്ടുവരുന്ന ആളെ വിഴുങ്ങും. അതാണ് ഭഗാസുരൻ. ഭഗാസുരൻ്റെ കഥ വളരെ വളരെ ശ്രദ്ധയായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഭഗാസുരൻ എന്ത് ചെയ്യുന്നു? ഈ വണ്ടി നിറച്ച് രണ്ട് കാളകളും ഒരു കാളവണ്ടി നിറച്ച് ചോറും ഒരാളും കൂടി പോവാണ് ഭഗാസുരനെ കാണാൻ. ഭഗാസുരൻ എന്ത് ചെയ്യും? ഈ ഭക്ഷണം മുഴുവനും കഴിക്കും, ഈ കാളകളെ മുഴുവനും കഴിക്കും. പിന്നെന്താ ചെയ്യാ? ഈ കാളവണ്ടിയിലും ഭക്ഷണവും ഇതും കൊണ്ടുവന്നില്ലേ, അയാളെയും കഴിക്കും. അപ്പോൾ ഓരോ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഒരാൾ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഇങ്ങനെ ഭഗാസുരന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഈ ഗ്രാമം മുഴുവനും നശിപ്പിക്കും എന്ന് ഭഗാസുരൻ പറയും. മുഴുവനും നശിപ്പിക്കുന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ട് എന്താ ചെയ്യുക? എല്ലാ ദിവസവും ഓരോ ആൾക്കാർ ഓരോ വീട്ടിൽ നിന്ന് ഭക്ഷണവുമായിട്ട് 2 കാളയിൽ നിറച്ച് ചോറുമായിട്ട് പോയിട്ട് ഈ ഭഗാസുരന് ഭക്ഷണം കൊടുക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി? കുന്തി ദേവിയുടെ മറ്റേ യുധിഷ്ഠിരൻ്റെ എല്ലാവരും താമസിക്കുന്നില്ലേ, ആ വീട്ടിലുള്ളവർക്ക് ഈ ഭഗാസുരന് ഭക്ഷണം കൊടുക്കാനുള്ള ദിവസം വന്നു. അപ്പം അമ്മയായ കുന്തി ദേവി എന്താ പറയുക? ഭീമസേന, നീ ഒരു കാര്യം ചെയ്യ്, ഭഗാസുരനുള്ള ഭക്ഷണം നീ ഇന്ന് കൊണ്ടുപോയി കൊടുക്കണം. ആൾക്കാർക്കൊക്കെ ഭഗാസുരനെ ഭയങ്കര പേടിയാണ്. എന്തുകൊണ്ടാ? ഭഗാസുരൻ അങ്ങനെ പിടിച്ച് മനുഷ്യനെ തിന്നുന്ന ഭഗാസുരനല്ലേ, രാക്ഷസനല്ലേ. ഈ ഒരു വീട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുപോകുമ്പോൾ അയാളും മുഴുകല്ല, അയാളും മരിക്കുകയല്ല. കാളവണ്ടി, 2 കാളകളും കാളവണ്ടി നിറച്ചുള്ള ചോറും പിന്നെ അയാളെയും, ഇത്രയും ഭക്ഷണമാണ് ഈ രാക്ഷസൻ കഴിക്കുന്നത്, ഭഗാസുരൻ എന്നുള്ള രാക്ഷസൻ. അപ്പോൾ കുന്തി ദേവിക്കറിയാം, ഭീമസേനൻ പോയ ഈ രാക്ഷസന്റെ സ്ഥിതി എന്താവും? അതന്നെ നമുക്ക് നോക്കാട്ടോ. ഇത് കേട്ടതും കുന്തി ദേവി പറഞ്ഞു ഭീമനോട്, നീ പോയി ഇന്ന് ഭക്ഷണം കൊടുക്ക ഭഗാസുരന്. ഈ ഭഗാസുരൻ എന്നുള്ള പേര് ഈ പറയുന്ന ആർ.കെ. നാരായണന്റെ പുസ്തകത്തിൽ പേരില്ല കേട്ടോ. അപ്പോൾ ഈ കുന്തി ദേവി പറയും, നീയാണ് ഇന്ന് ഭഗാസുരന് ഭക്ഷണം കൊടുക്കാൻ പോകുന്ന. അപ്പോൾ ഭീമസേനൻ എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടെ ഇന്ന് എനിക്ക് പോവാമല്ലോ എന്ന് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. എന്തുകൊണ്ടാ?
ബാക്കി എല്ലാവർക്കും ബകാസുരനെ ഭയങ്കര പേടിയാ. പക്ഷേങ്കി ഭീമസേനന് കൈക്കരുത്തുള്ള ഒരു എതിരാളിനെ കിട്ടിയിട്ട് കാലം കുറയായി. ഇപ്പൊ ഞാൻ ആ രാക്ഷസനെ പിടിച്ച് തിന്നാനുള്ള ധൈര്യത്തില്, ബകാസുരനെ കൊല്ലാനുള്ള ധൈര്യത്തില്, കൊല്ലാനുള്ള ആവേശത്തില് ഭീമസേനൻ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ പോവാം, ഇപ്പൊ തന്നെ ഞാൻ പോവാം, പോയി ആ ബകാസുരനെ ഞാൻ ശരിയാക്കി കൊണ്ടുവരാം. ശരിയാക്കി കൊണ്ടുവരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് യുധിഷ്ഠിരൻ പറഞ്ഞു, ബകാസുര, ഭീമസേന, ഭീമനെയോ അർജുനനെയോ നമുക്ക് ഒരു ഇതുപോലുള്ള ഒരു പരീക്ഷണത്തിന് പറഞ്ഞയക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ ഏറ്റവും ശക്തിമാന്മാരായ ആൾക്കാരാരാണ്? ഭീമസേനനും അർജുനനും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതുവരെ ബകാസുരന് ഭക്ഷണവും കൊണ്ടുപോയ വണ്ടിയും കാളയും ആളും ഒന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ കുന്തി ദേവി പറയാണ് യുധിഷ്ഠിരനോട്, ഭീമൻ പോയിട്ട് വരട്ടെ, അവൻ എന്തായാലും തിരിച്ചു വരും. കുന്തി ദേവി അമ്മയ്ക്ക് ഭീമന് അത്ര വിശ്വാസമായിരുന്നു. യുധിഷ്ഠിരൻ വേണ്ടാന്ന് പറഞ്ഞേ. കാരണം എന്താ പറയാ, യുധിഷ്ഠിരന് പേടിയായി, എങ്ങാനും ബകാസുരനും ഭീമനും തമ്മിലെ യുദ്ധത്തിലേ എന്തെങ്കിലും ഭീമസേനന് പറ്റിയാലോ എന്ന് പേടിച്ചിട്ടേ കുന്തി ദേവി പറഞ്ഞു, യുധിഷ്ഠിരൻ പറഞ്ഞു ഭീമസേനനെ അയക്കണ്ടെന്ന്. കുന്തി ദേവി പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കേ, ഭീമൻ പോവും, ഭീമൻ പോയാൽ എന്തായാലും തിരിച്ചു വരും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഭീമസേനൻ കാളവണ്ടി നിറച്ച് ഭക്ഷണവും 2 കാളയുമായിട്ട് ഭീമസേനൻ എന്ത് ചെയ്ത്, ഏകവൃത എന്നുള്ള ഗ്രാമത്തിന്റെ ഒരറ്റത്താണ് ഈ ബകാസുരൻ താമസിക്കുന്നത്. ആ അറ്റത്തേക്ക് ഭീമസേനൻ പോയി. അവിടെ അറ്റത്ത് എത്തിയ ഉടനെ ഭീമസേനൻ എന്ത് ചെയ്ത്, ബകാസുര പുറത്തേക്ക് വാ, നീ ഒന്നിങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ ബകാസുരൻ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി. ബകാസുരൻ അകത്തിരിക്കണല്ലോ, ഇങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കല്ലോ. ഇതുവരെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും പോണു, അയാളെയും തിന്നണു, അയാളുടെ കൂടെയുള്ള കാളയും തിന്നണു, ഭക്ഷണവും തിന്നണു. അങ്ങനെ ഉണ്ടായിരുന്നിട്ടാണ് ബകാസുരൻ ജീവിച്ചിരുന്നത് സുഖമായിട്ട്. അപ്പൊ ബകാസുരൻ ഇത് കട്ടോണ്ട ബകാസുരൻ പേടിച്ചിട്ടില്ല, ബകാസുരൻ ഞെട്ടി. ഇതാരത് എന്നെ ഇത്ര ധൈര്യത്തിൽ പുറത്തേക്ക് വിളിക്കണേ? നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ പുറത്തേക്ക് വാ ബകാസുര, നീ വന്നാൽ നീ എന്താ കാണാൻ പോണെന്ന് എനിക്കറിയോ എന്ന് ചോദിച്ചിട്ട് ഭീമസേനൻ വീണ്ടും അലറി. ഭീമസേനൻ എന്താ ചെയ്ത? അലറി, ബകാസുര ഇങ്ങോട്ട് വാ പുറത്തേക്ക്, നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം എന്ന രീതിയിൽ ബകാസുര അങ്ങോട്ട് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞു. പുറത്തേക്ക് വന്നിട്ട് എന്താ ചെയ്ത? ബകാസുരൻ പുറത്തു വന്നപ്പോ ഈ 2 കാളയുണ്ട്, കാളവണ്ടി നിറച്ചുള്ള ഭക്ഷണം ഉണ്ടല്ലോ, ഭീമസേനൻ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പൊ ബകാസുരൻ എന്തായി? ബകാസുരൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബകാസുരൻ നിലവിളിക്കാൻ തുടങ്ങി, ആരാ നീ? എന്നെ പേര് വിളിക്കാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടോ? കാരണം എന്താ അറിയാ, ബകാസുരൻ വലിയൊരു രാക്ഷസനല്ലേ, രാക്ഷസന്മാരെ എല്ലാവർക്കും പേടിയല്ലേ. അപ്പൊ ആരും സാധാരണക്കാരൊന്നും ശക്തിയില്ലാത്ത ആൾക്കാരൊന്നും ബകാസുരനെ പേര് വിളിക്കില്ല, വേഗം പോവാ, ബകാസുരൻ തരുന്നു. ബകാസുരൻ വിഴുങ്ങും, മനുഷ്യനെ വിഴുങ്ങും, കാളനെ വിഴുങ്ങും, കാളവണ്ടീനെയൊക്കെ വിഴുങ്ങും. അങ്ങനെ ബകാസുരൻ സുഖമായി ജീവിക്കുന്ന സമയത്താണ് ഭീമസേനൻ വരുന്ന. അപ്പോ ബകാസുരൻ ചോദിക്കുക, ആരാ നീ എങ്ങനെ എൻ്റെ പേര് വിളിക്കാൻ തുടങ്ങി എന്ന് പറയും. ഭീമസേനൻ ശാന്തമായിട്ടിരിക്കുകയാണ്. ശാന്തമായിട്ടിരുന്നിട്ട് ഇങ്ങനെ ചോറ്, കാളവണ്ടിയിലുള്ള ചോറൊക്കെ ഉരുട്ടി ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഈ ബകാസുരൻ ഇത് നോക്കണത് തന്നെ ബകാസുരൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ ബകാസുരന് ദേഷ്യം വരുത്തിയാണ്. കാരണം ബകാസുരന്റെ ഭക്ഷണമല്ല കഴിച്ചോണ്ടിരിക്കണേ. ബകാസുരൻ വീണ്ടും അലറി, ആരാ നീ? എന്റെ ഭക്ഷണം കഴിക്കാൻ നീ ആരാണ്? നീ ആരാണ്? നീ എന്തിനാ എന്റെ ഭക്ഷണം കഴിക്കുന്ന?
ബാക്കി കാളകൾ എവിടെ, ബാക്കിയുള്ളത് എവിടെ? ഭീമനോട് ചോദിക്കുകയാണ്. ഏത് മൃഗങ്ങൾ? ഭീമൻ ശാന്തമായിട്ട് പറയാണ്, ഏത് മൃഗങ്ങള്, ഏത് കാളകള്? ആ കാളകളൊക്കെ അവിടെ സമാധാനത്തിൽ അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ പുല്ല് തിന്നാൻ പറഞ്ഞയച്ചു. ഇന്ന് നീ ബകാസുര, ഇന്ന് നീ ഈ കാളകളെയോ ഈ ഭക്ഷണത്തിനെയോ ഒന്നും കഴിക്കില്ല. ഇന്ന് നിനക്ക് പഷ്ണിയാണ്, നിനക്കൊരു ഭക്ഷണ സാധനവും ഞാൻ തരില്ല അവർ. രാക്ഷസൻ വീണ്ടും ദേഷ്യം വന്നു. എന്നിട്ട് ഭീമൻ പറഞ്ഞു, ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കണ കണ്ടില്ലേ, നീ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഈ കഴിക്കണത് നീ കണ്ടോന്ന്. ഇത് കേട്ടപ്പോ എന്തായി? രാക്ഷസന് ദേഷ്യം കൂടെ വന്നു. രാക്ഷസൻ എന്ത് ചെയ്ത? രാക്ഷസൻ അലറി നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് വിശക്കുന്നു, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിലാണ് നീ ഭക്ഷണമൊക്കെ കഴിക്കുക, നിന്നെ ഞാൻ ഇന്ന് തിന്നും എന്ന് ബകാസുരൻ ഭീമസേനോട് പറഞ്ഞു. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യുന്ന, നീ എന്നെ തിന്നാൻ വാ, അപ്പൊ ഞാൻ നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഭീമസേനൻ അവിടെ ഇരിക്കണ്ടേ. എനിക്കറിയാം നീ എന്നെ തിന്നാൻ വേണ്ടിയാണ് നീ അവിടെ ഇരിക്കുന്നത്, കാരണം നീ ഒരു വലിയ രാക്ഷസനാണ്. നിനക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ആളെയും നീ എപ്പോഴും തിന്നുന്നുള്ള കാര്യവും എനിക്കറിയാം. അപ്പൊ നീ എന്താ വിചാരിച്ചിരിക്കണെന്ന് ഭീമനോട് രാക്ഷസൻ ബകാസുരൻ വീണ്ടും ചോദിക്കും. നീ എന്നെ കഴിക്കാനാണോ പോണ? ഇല്ല, ഞാൻ നിന്നെ കഴിക്കില്ല, നിന്നെ പിച്ചി ചീന്തി ഞാൻ കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കും. ഭീമസേനൻ എന്താ പറയാ? ബകാസുരൻ എന്നുള്ള ദുഷ്ടനായ രാക്ഷസൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ ദേഷ്യം വന്നിട്ട് ഭീമനോട് അലറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭീമസേനൻ പറയുന്നത്, ഞാൻ നിന്നെ തിന്നാൻ പോവല്ല, നിന്നെ പിച്ചി ചീന്തി കൊന്നിട്ട് കഴുകന്മാർക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞ ഉടനെ എന്തായി? രാക്ഷസൻ ഒരൊറ്റ ചാട്ടം ചാടി ഭീമനെ ഇടിച്ചു വീഴ്ത്താൻ നോക്കി. ഭീമനും ബകാസുരനും തമ്മിലുള്ള യുദ്ധം തുടങ്ങി. ഭീമസേനൻ എന്ത് ചെയ്തു? അടുത്തിരിക്കുന്ന മരത്തിനെയൊക്കെ പുഴക്കി ബകാസുരനെ അടിക്കാൻ തുടങ്ങി. അവസാനം എന്ത് ചെയ്തു? അടി തുടങ്ങി, ഭയങ്കര അടിയായി. ഭീമനും ബകാസുരനും തമ്മിലുള്ള യുദ്ധം ഭയങ്കരമായി. യുദ്ധമല്ല, അടി, മൽപ്പിടുത്തം. അവസാനം എന്തായി? ഭീമൻ എന്ത് ചെയ്ത്? ഭീമന്റെ മുട്ടുകൊണ്ട് ഒരൊറ്റ ചവിട്ട് ബകാസുരന്റെ ഇടുപ്പൊടിഞ്ഞു. ഇടുപ്പൊടിഞ്ഞതും എന്തായി? ബകാസുരന് എണീക്കാൻ പറ്റില്ല. ബകാസുരൻ അങ്ങനെ കൊല്ലപ്പെട്ടു. ബകാസുരൻ കൊല്ലപ്പെട്ടപ്പോ ആ ഗ്രാമത്തിൽ എല്ലാവർക്കും മനസ്സിലായി, ഭീമസേനൻ ഒരു സാധാരണ ബ്രാഹ്മണനല്ല. ഒരു സാധാരണ ബ്രാഹ്മണന് ഇങ്ങനെ കൊല്ലാൻ പറ്റില്ലല്ലോ. ബകാസുരനെ പോലൊരു രാക്ഷസനെ സാധാരണ ഒരു ബ്രാഹ്മണന് കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആൾക്കാർക്കും രാജ്യങ്ങൾക്കുള്ള എല്ലാവർക്കും മനസ്സിലായി, ഒരു ക്ഷത്രിയനായ കഴിവുള്ള ഒരു പരിശീലനം നേടിയ ശക്തിമാനായ ഒരു രാജാവിൻ്റെ വംശത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ബകാസുരനെ പോലുള്ളൊരു രാക്ഷസനെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ബകാസുരൻ്റെ കഥ ഇന്ന് കഴിഞ്ഞു. ബകാസുരനെ ഭീമൻ കൊന്നു. ഇനി നാളെ നമുക്ക് ദ്രുപദൻ്റെ കഥ തുടങ്ങാം. ദ്രുപദൻ്റെ നമുക്ക് അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ദ്രുപദൻ്റെ കഥയെക്കുറിച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ദ്രുപദൻ എന്ന് പറയുമ്പോൾ ദ്രോണാചാര്യരുടെ സുഹൃത്തായിരുന്നു. പാഞ്ചാല രാജ്യത്തിൻ്റെ രാജാവാണ് കേട്ടോ. ഉറങ്ങിയോ കൂട്ടാ? അച്ചരക്കുട്ടാ ഉറങ്ങിയോടാ? ഉറങ്ങി. അപ്പോൾ
അടുത്ത എപ്പിസോഡിൽ നമ്മൾ ദ്രുപദൻ്റെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. ഇതുവരെ ഈ കഥ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും അച്ഛൻ്റെയും മകൻ്റെയും തമ്മിലുള്ള സംഭാഷണമാണ് ഇതിൻ്റെ ആശയം. അച്ഛൻ മകന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മഹാഭാരതം കഥ RK നാരായണൻ്റെ മഹാഭാരത എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇതുവരെ ഈ കഥ കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട്.